ഇതിൻ്റെ അർത്ഥം സൈക്കോളജി വേണ്ടെന്നല്ല, സൈക്കോളജിയെ പൂർണ്ണമായി നിരാകരിക്കുന്നു, തിരസ്കരിക്കുന്നു എന്നുമല്ല. അതിനിയും വളരാനിരിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ്. അത് വളർന്ന് അതിൻ്റെ സമ്പൂർണതയിൽ എത്തുമായിരിക്കാം. ഇതങ്ങനെയല്ല, ഇത് വളർന്ന സമ്പൂർണതയിൽ എത്തിയ ഒരു ശാസ്ത്രമാണ്. ഇതിൽ മനസ്സിനെക്കുറിച്ചുള്ള പഠനമുണ്ട്, പക്ഷെ അത് സൈക്കോളജി അല്ല. എന്താണ്? മനസ്സ് എപ്രകാരം ഉൽപ്പാദിതമാകുന്നു, മനസ്സ് എപ്രകാരം നിലനിൽക്കുന്നു, മനസ്സ് എപ്രകാരം നശിക്കും എന്ന മനസ്സിൻ്റെ സമ്പൂർണ്ണ അവസ്ഥയെ വിഭാവനം ചെയ്തുകൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഒരു ശാസ്ത്രമാകയാൽ മറ്റേത് ഇപ്പോഴും വളർന്നും വികസിച്ചും തർക്കിച്ചും പലതരത്തിലുള്ള വാദ കോലാഹലങ്ങൾക്ക്, അതിലെ പണ്ഡിതന്മാർ തമ്മിലുള്ള, ഡോക്ടർമാർ തമ്മിലുള്ള വാദ കോലാഹലങ്ങൾക്ക് വിധേയമായി നിൽക്കുന്ന ശാസ്ത്രത്തിൻ്റെ പരിപൂർണ പദവിയിൽ എത്തിയിട്ടില്ലാത്ത ഒരു ജ്ഞാനശാഖയാകയാൽ അതിനെയും ഭഗവത്ഗീതയിൽ തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ നാം വളരെ ശ്രദ്ധിക്കണം. അത് വായിക്കുമ്പോഴും നാം വളരെ ശ്രദ്ധാലുക്കളായിരിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഭഗവത്ഗീതയിലെ യോഗം എന്നത് എന്താണെന്ന് പറഞ്ഞു. അതിനെ പിന്നീട് അദ്ദേഹം ഒറ്റ വാക്കിൽ സംഗ്രഹിക്കുകയാണ് ഭഗവാൻ. തം വിദ്യാ ദുഃഖ സംയോഗ വിയോഗം യോഗസംജ്ഞിതം സ നിശ്ചയേന യോക്തവ്യോ യോഗോ അനിർവിണ്ണചേതസ. നിശ്ചയേന യോക്തവ്യം, നിശ്ചയേന, നിശ്ചയേന ശാസ്ത്രനിശ്ചയങ്ങൾ അനുസരിച്ച്, അങ്ങനെയാണ് ഇത് തിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അല്ലാതെ വെറുതെ ഭാവന ചെയ്തതല്ല. ഗുരുപദേശങ്ങൾ കൊണ്ടും ശാസ്ത്രോക്തികൾ കൊണ്ടും പ്രപഞ്ചത്തെ സമ്പൂർണമായി പഠിച്ചിട്ടുള്ള, അങ്ങനെ പഠിച്ചവർ എന്തൊക്കെയാണ് പഠിച്ചത്? അവർ വാനനിരീക്ഷണ ശാസ്ത്രം പഠിച്ചിരുന്നു, പ്രപഞ്ചശാസ്ത്രം പഠിച്ചിരുന്നു, ദ്രവ്യശാസ്ത്രം പഠിച്ചിരുന്നു, ജ്യോതിശാസ്ത്രം, ദ്രവ്യങ്ങളുടെ ഗതിവിഗതികളെ സംബന്ധിക്കുന്ന, അതിൻ്റെ ഊർജത്തെ സംബന്ധിക്കുന്ന തെർമോഡൈനമിക്സ് പഠിച്ചിരുന്നു. ഇങ്ങനെ അന്ന് സുവിജ്ഞാതമായിരുന്ന എല്ലാ ശാസ്ത്രശാഖകളും പഠിച്ചിട്ട് ആ ശാസ്ത്രശാഖകളിലെ നിത്യമായ തത്വങ്ങൾ കൊണ്ട് ലോകജീവിതത്തെയും പ്രപഞ്ചത്തെയും നിർദ്ധാരണം ചെയ്തെടുത്ത സാർവലൗകികമായ സിദ്ധാന്തങ്ങളിന്മേൽ പടുത്തുയർത്തിയതാണ് യോഗവിദ്യ. സ നിശ്ചയേന യോക്തവ്യോ യോഗോ അനിർവിണ്ണചേതസ. നിർവിണ്ണം, നിർവേദനം ചെയ്യപ്പെട്ടത്. നിർവേദം, ചിത്തസ്യ ഖേദോ നിർവേദം എന്ന് നിർവേദത്തിൻ്റെ നിർവചനമാണ്. ചിത്തത്തിന് ഖേദങ്ങൾ ഉണ്ടാക്കുന്നതാണ് നിർവേദം. നിർവേദത്തിന് ഭരതമുനി അദ്ദേഹത്തിൻ്റെ നാട്യശാസ്ത്രത്തിൽ കൊടുത്തിരിക്കുന്ന അർത്ഥവും ആശയവും ഇതും തമ്മിൽ അത്രയേറെ സാമ്യമില്ല. അവിടെ നിർവേദം പരിപൂർണമായ ജീവിത വിരക്തിയാണ്. പരിപൂർണമായ ജീവിത വിരക്തി എന്ന ഭാവത്തിൽ നിന്നാണ് ശാന്തം എന്ന രസമുണ്ടാകുന്നത്. മഹാഭാരതത്തിലെ രസം, മഹാഭാരതത്തെ രസദർശനമനുസരിച്ച്, കലാദർശനമനുസരിച്ച്, ഈസ്തറ്റിക്സ് അനുസരിച്ച് പഠിക്കുമ്പോൾ, അങ്ങനെ പഠിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരു അങ്കിരസം കണ്ടെത്താമെങ്കിൽ, ശൃംഗാരം പോലെ അങ്കിയായ ഒരു രസം കണ്ടെത്താമെങ്കിൽ അത് ശാന്തരസമാണ് എന്ന് ആനന്ദവർദ്ധനൻ അദ്ദേഹത്തിൻ്റെ ധ്വന്യാലോകത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നു. ഇനിയിപ്പോൾ അങ്ങനെ അങ്ങോട്ട് ആനന്ദവർദ്ധനൻ പ്രസ്താവിച്ചില്ല എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിലും ഇതിൽ ഇത് ശാന്തരസമാണ്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ ഒരു പർവം ഏതാണ്? ശാന്തി പർവമാണ്. ആ ശാന്തി പർവം പിന്നീട് ആരെല്ലാമോ ചേർന്ന് ലൈസൻ കമ്മിറ്റി കൂടി എഴുതി ചേർത്തതാണ് എന്നും വാദമുണ്ട്. അപ്പോൾ നിർവേദത്തിന് ഭരതമുനി കൽപ്പിച്ചിരിക്കുന്ന അർത്ഥമല്ല, നിശേഷമായ വേദമാണ് നിർവേദം, അറിവ്, നിശേഷമായ അറിവ്. ആ അർത്ഥമല്ല ഇവിടെ ഭഗവാൻ കൽപ്പിച്ചിരിക്കുന്നത് എന്ന് ഈ രണ്ട് സംജ്ഞകൾക്കും തമ്മിൽ വ്യത്യാസം. യോഗോ